ഗേളി മീഡിയയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ നമ്മുടെ കൃഷ്ണഗാഥ സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ. ഇന്നത്തെ എപ്പിസോഡെന്ന് പറയുന്നത് നമ്മുടെ സിദ്ധാരാമയ്യാണെങ്കിൽ ഗാഥയുടെ അടുത്ത് തന്നെ ഇരിക്കുകയാണ്. ഗാഥ ഒന്ന് ബോധം തെളിയാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. കാരണം ഒരു വല്ലാത്തൊരു അവസ്ഥയിലാണ് ഇരിക്കുന്നത്. ഇതേ സമയത്താണെങ്കിൽ നമ്മുടെ ഗോപാലനും ഇവരെല്ലാം കൂടെ സുനന്ദയെ തപ്പി നമ്മുടെ സുന്ദരിയെ തപ്പി പോവുകയാണ്. അങ്ങനെ ബാങ്കിൻ്റെ ഫ്രണ്ടിലുണ്ടെന്ന് പറഞ്ഞ് അങ്ങോട്ട് ചെല്ലുക. അപ്പം അവർ നോക്കുമ്പോഴത്തേനും നമ്മുടെ സുന്ദരിയാണെങ്കിൽ ബാങ്കിൽ നിന്ന് ഇറങ്ങി വരികയാണ്. ആരെ ഫോൺ ചെയ്തുകൊണ്ട്. കാരണം ആ പണം വെച്ചിട്ടെങ്ങാണ്ട് വീട് മേടിക്കണം, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് മാറണം എന്നൊക്കെ ആരോടൊക്കെ പറയുന്നു. അങ്ങനെ ഇവർ 3 പേരും കൂടെ പോയി പട്ടം ചാടുകയാണ് സുന്ദരിക്കെതിരെ. പക്ഷെ സുന്ദരി അത് വലിയ ഇതാക്കുന്നില്ല. സുന്ദരി അവിടുന്ന് ചാടി പോകാനാണ് നോക്കുന്നത്. അങ്ങനെ സുന്ദരി അവിടുന്ന് ഓടുകയാണ്. പിന്നെ നവീൻ്റെ വീട്ടിലാണെങ്കിൽ നമ്മുടെ കീർത്തിയുടെ അമ്മയും എല്ലാവരും കൂടെ നവീൻ്റെ അമ്മയൊക്കെ ആയിട്ട് വഴക്കും പ്രശ്നങ്ങളൊക്കെ ആവുന്നു. ഇതേസമയം സിതാരയാണെങ്കിൽ ചിന്തിക്കുന്നത് ഈ കല്യാണം എങ്ങനെ മുടക്കാം, കാരണം ഇതൊരു സൂചനയാണെന്ന് അവർക്ക് മനസ്സിലാവുന്നുണ്ട്. കാരണം തൻ്റെ മകളെ അത് പറഞ്ഞ് വിശ്വസിപ്പിക്കാനും പറ്റുന്നില്ല. അപ്പോൾ സിമിയോട് പറഞ്ഞു അവൾ വാശി പിടിച്ച് കഴിഞ്ഞാൽ അങ്ങനെ തന്നെ ഇരിക്കുക, അതിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ഓരോ കാര്യങ്ങൾ ചെയ്തു വയ്ക്കുന്നത് എന്ന് പറയും. അപ്പോഴാണ് സ്റ്റാഫ് വന്നിട്ട് പറയും ഗാഥയുടെ ഇൻഷുറൻസ് പേപ്പറും ആധാർ കാർഡും ഇതൊക്കെ വേണമെന്ന് പറയും. അപ്പോൾ സിമി പറയും മേഡം എന്തായാലും പോയി എടുത്തുകൊണ്ട് വന്നോളൂ, ഞാനിവിടെ വെയിറ്റ് ചെയ്യാമെന്ന് പറയും. അങ്ങനെ സിതാര കാറിലങ്ങ് പോവുകയാണ്. ഇതേ സമയത്ത് നമ്മുടെ സുന്ദരിയെ പിടിക്കാൻ വേണ്ടി കൃഷ്ണയും എല്ലാവരും കൂടെ പുറകെ ഓടുകയാണ്. സുന്ദരി പണമായിട്ട് ഫ്രണ്ടിൽ ഓടുന്നു, പുറകെ കൃഷ്ണയും ഗോപാലനും എല്ലാവരും കൂടെ ഓടുന്നു. അങ്ങനെ ആ സമയത്ത് നമ്മുടെ കൃഷ്ണയാണെങ്കിൽ ഓടിച്ചെന്ന് നമ്മുടെ സിതാരയുടെ കാറിൻ്റെ ഫ്രണ്ടിലാണ് ചാടുന്നത്. അപ്പോൾ സിതാര നോക്കുമ്പോഴത്തേനും നമ്മുടെ കൃഷ്ണയെ പോലെ തന്നെ ഗാഥയെ പോലെ തന്നെ ഇരിക്കുന്ന ഒരു കുട്ടി, എന്താണെന്ന് മനസ്സിലാകാൻ പറ്റാത്തൊരവസ്ഥ. അപ്പം കൃഷ്ണയ്ക്ക് വലിയ പരിക്കുകളൊന്നും പറ്റുന്നില്ല. അങ്ങനെ കൃഷ്ണയുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ പൈസ എങ്ങനെയും കൈക്കലാക്കുക എന്നുള്ളതാണല്ലോ. അങ്ങനെ വീണ്ടും ഓടുകയാണ്, സോറി പറഞ്ഞിട്ട് ഓടുകയാണ്. അപ്പോൾ ഈ സിതാരയാണെങ്കിൽ വല്ലാത്തൊരവസ്ഥയിലാകുകയാണ്. കാരണം ഇത് എങ്ങനെ സംഭവിച്ചു എന്നൊന്നും അറിയാം. അങ്ങനെ നേരെ വീട്ടിൽ പോയതിന് ശേഷം അവരാദ്യം ചെല്ലുന്ന അടുക്കളയിലാണ്. അവിടെ ചെന്ന് ആ ഫോട്ടോ എടുത്ത് നോക്കും. ഫോട്ടോ എടുക്കുമ്പോൾ അവർക്ക് ദേഷ്യമാണ് വരുന്നത്. അങ്ങനെ അവരതെടുത്ത് തീയിട്ട് കത്തിച്ച് കളയുകയാണ്. ആ ഫോട്ടോ ഫുള്ള് കത്തിച്ച് കളയുകയാണ്. ഇതേ സമയത്ത് കൃഷ്ണയ്ക്കാണെങ്കിൽ പൈസയൊക്കെ കിട്ടി. അങ്ങനെ കൃഷ്ണയുടെ അമ്മയെ വിളിച്ചിട്ട് പറഞ്ഞു പൈസയൊക്കെ റെഡി ആയിട്ടുണ്ട്, ഇനി നമുക്ക് സർജറി ചെയ്യാമെന്നൊക്കെ പറയുന്നു. അപ്പം നമ്മുടെ തങ്കം പറയുമോ ഇനി സർജറി ഒന്നും ചെയ്യേണ്ട, അതെന്താ അമ്മ ഇങ്ങനെ പറയുന്നത്, ഞാൻ ഈ പൈസയ്ക്ക് വേണ്ടിയല്ലേ ഇവിടെ രാവും പകലും കഷ്ടപ്പെട്ടത്, ഇതിന് വേണ്ടിയല്ലേ ഞാൻ ഇങ്ങോട്ട് ഓടി വന്നേന്നൊക്കെ പറയും. അങ്ങനെ ഞാൻ അങ്ങോട്ട് തിരിച്ചു വരുവാന്നൊക്കെ പറയണം. ഇതേ സമയത്ത് നമ്മുടെ ഗോപാലിൻ്റെ ഭാര്യയാണെങ്കിൽ കൃഷ്ണയോട് പറയും മോള് രാജകുമാരിയാണ്, രാജകുടുംബത്തിൽ ജനിച്ച കുട്ടി തന്നെയാണ് എന്നുള്ള കാര്യങ്ങൾ സൂചനയൊക്കെ കൊടുക്കുന്നു. പക്ഷെ അവൾക്കൊന്നും മനസ്സിലാവുന്നൊന്നുമില്ല എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള രഹസ്യമെന്ന്. പക്ഷേ ഇതിൻ്റെ പിന്നിലുള്ള രഹസ്യം കൃഷ്ണയ്ക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്നൊക്കെയുള്ള വരും ദിവസങ്ങളിൽ നമുക്ക് കാണാം. അപ്പോൾ എല്ലാവരും എപ്പിസോഡിനായി വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ, താങ്ക്